മോർണിംഗ് അപ്പൊ ചേട്ടായി. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീട്ടിലെ കുക്കിംഗ് മുഴുവൻ മാസ്റ്റർ ഷെഫ് മിസ്റ്റർ ടിജോ ഫ്രാൻസിസ് പീറ്റർ ആണ്. എന്തൊക്കെയാ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിനൊക്കെ വിഭവങ്ങൾ? ഈ 3 ഫുഡ് മാത്രമേ ഉള്ളൂ? അത് 4 മണിക്ക് എന്തെങ്കിലും പലഹാരം വല്ലതും ഉണ്ടോ? അത് പറ്റത്തില്ല, ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല, വീട്ടിൽ തന്നെ കുക്ക് ചെയ്യണം. ഫ്രിഡ്ജ് നോക്കി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പം എന്താ? പച്ചമുളകില്ല? അല്ല, ഇത് ഉപ്മാവ് മാത്രമേ ഉള്ളൂ, കറിയൊന്നും ഇല്ല കൂടെ? എന്താ? ആ, ഓക്കെ. അപ്പോൾ ചേട്ടയുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം കേട്ടോ. വേഗം റെഡിയാക്കുക, എനിക്ക് വേറെ പണിയുണ്ട്. ബൈ. അപ്പം ഇന്ന് ചേട്ടയുടെ വകയാണ് കുക്കിംഗ് അല്ല, പക്ഷേ എനിക്കിവിടെ വേറെ അല്ലാതെ പുറം പണികൾ കുറേ ഉണ്ട്. അടുക്കി പറക്കാനും കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആയിട്ട് കുറേ പണികളുണ്ട്. അപ്പോൾ ഇന്ന് ചേട്ടയുടെ ഡെലീഷ്യസ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. അത്ര മോശമാവില്ല, കാരണം ചേട്ടൻ എന്നിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ കഴിച്ചിട്ട് പറയാം. ഇതായി കാണുന്നതൊക്കെ ഞങ്ങളുടെ ഇവിടുത്തെ ചെടിക്കുട്ടന്മാരാണ് കേട്ടോ. കുറേ ചെടികളൊക്കെ ഞങ്ങൾ നേരത്തെയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അങ്ങോട്ട് ശരിയായി പിടിച്ചൊന്നുമില്ല. ശരിക്കും പിടിച്ച് വന്നത് ഇവന്മാരാണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പം ഇവന്മാരെ സേഫായിട്ട് അപ്പുറത്തെ വിനീതയ്ക്ക് കൊണ്ട് കൊടുക്കാമെന്ന് ഓർത്താണ്. സങ്കടമുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ടാറ്റ, ബൈ ബൈ. ചേട്ടയുടെ വക. നല്ല ചൂട്, നല്ല അടിപൊളി ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്തായി? ഇന്നെന്താ സ്പെഷ്യൽ? ഫുഡ് കിട്ടുന്നില്ല, വിശക്കുന്നു കേട്ടോ. സമയം എത്രയെന്ന് എല്ലാം അറിയാമോ? 11:30 കേട്ടോ. നോക്കട്ടെ. മൈ ഗോഡ്, ഡെലീഷ്യസ് ഉപ്പുമാവ്. കുറച്ച് മഞ്ഞപ്പൊടി കൂടിപ്പോയി കേട്ടോ, കുഴപ്പമില്ല, കഴിച്ചു നോക്കട്ടെ. അപ്പോൾ ചേട്ടയുടെ ഉപ്പുമാവും ചായ കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. നല്ല പഴം കൂടി കഴിച്ചു നോക്കട്ടെ. ഇത് ഈ 2 എണ്ണവും ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് മേടിച്ചായിരുന്നു കേട്ടോ. നമ്മുടെ ആഫ്രിക്കൻ പവലിയനില്ലേ, അവിടെ നിന്ന് വാങ്ങിച്ച ഞാൻ വന്ന സമയത്ത്. അപ്പം ഇത് 2ഉം കാർഗോയിലേക്ക് നാട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്യണം. പിന്നെ ഈ ഫോട്ടോസൊക്കെ ഇപ്പോൾ എടുക്കണം. പിന്നെ അതുപോലെ ഇതാ ഇവിടെ ഉണ്ട് കുറച്ച് ഫോട്ടോസ്, അതൊക്കെ ഇപ്പോൾ എടുക്കണം. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. എന്താ ലഞ്ചിന് എന്താ സ്പെഷ്യൽ? ഞാൻ കാര്യം ചോദിക്കട്ടെ, എനിക്ക് പച്ചടി മതിയായിരുന്നു, മോര് കാച്ചത് വേണ്ടായിരുന്നു. അഴുക്കോ? അത് പേടിയാ. പച്ച കളറല്ല ബീട്രൂട്ട് പച്ചടി ഇരിക്കണേ, എൻ്റെ പൊന്നിയായിട്ട്. ചില്ലല്ലേ, ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴേക്കും പൊട്ടിപ്പോയി എന്തോ ചെയ്യും. അത് ഓൾറെഡി നമ്മൾ അവിടെ നിന്ന് വന്നപ്പം കൊണ്ടുവന്നപ്പോഴേ പൊട്ടി, ദുബായിൽ നിന്ന് വന്നപ്പോൾ. ഇരിക്കുമെന്ന് തോന്നണില്ല. ഇരിക്കും, അത് ചോദിച്ചു നോക്കാം കാർഗോക്കാരോട്. അങ്ങനെ വലുത് കൊണ്ടുപോകണ്ട, ബാക്കി ചെറുതൊക്കെ കൂടി കൊണ്ടുപോകും. അത് രാവിലത്തെയും ഉച്ചക്കത്തെയും വൈകുന്നേരത്തെ ഒക്കെ ഭക്ഷണം ചേട്ടയാണെങ്കിലും ഞാൻ എൻ്റെ വകയെ അതിസാഹസ്യമായി പാലിടാം. അടപ്പായസം ഉണ്ടാക്കുന്ന ഓർത്താണേ. ബാക്കി കുക്കിങ്ങൊക്കെ ചേട്ട തന്നെയാണ്, ഒരു സഹായം പ്രതീക്ഷിക്കണ്ട. ഇത് മാത്രം ഞാൻ ഉണ്ടാവും. മാസ്റ്റർ ഷെഫ് അപ്പുമോൻ്റെ ബീട്രൂട്ട് തോരനും മുരറിയല്ലേ, മുരറി റെഡിയാക്കി കണ്ടിട്ടുണ്ട്. സവാളയൊക്കെ ഇടുന്നൊരു സ്റ്റൈല് കണ്ടോ അല്ലേ ഏട്ടായി? അതെയോ? ശിഷ്യനായിരുന്നെന്നാ പറഞ്ഞേ? മുഖത്ത് തൈരൊക്കെ ഇരിക്കുന്നത്, കഴിക്കുവാണോ ഇത്? അവിടെ ഇങ്ങനെ പായസത്തിൽ ശർക്കരക്കകത്ത് കിടന്നിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി അടപ്രഥമനാവണേ. എൻ്റെ ദൈവമേ, പണി വാളിപ്പോവല്ലേ അല്ലേ? അപ്പോൾ ചേട്ടാക്ക് എന്ത് തോന്നുന്നു, എൻ്റെ അടപ്രഥമൻ സക്സസ് ആവുമോ? സക്സസ് ആയില്ലെങ്കിൽ ചേട്ടായി നമുക്ക് ഫ്രണ്ട്സിനെ കൊടുക്കാന്നല്ലേ? ഉത്തമനായ കൂട്ടുകാരൻ, നൻപണ്ട. ചേട്ടാ ഇന്ന് എന്തൊക്കെയാ ഇന്നത്തെ സ്പെഷ്യല്? ഉണക്കയിറച്ചി,
ഇതാണോ? ഓക്കെ. മോര് കാച്ചിയത്. ഓക്കെ. ബീട്രൂട്ട് തോരൻ. പപ്പടം. വിഭവസമൃദ്ധമായ സദ്യ കേട്ടോ. ഇത് മറ്റേ നമ്മുടെ നാട്ടിൽ നിന്ന് ഇടിയിറച്ചിയില്ലേ, ബീഫിൻ്റെ ഇടിയിറച്ചി ഇങ്ങനെ ഉണക്കിക്കൊണ്ട് വന്നതായിരുന്നേ. നല്ല ടേസ്റ്റ് അതിന്. കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. പഴവും കൂട്ടി അടപ്പുറത്തമ്മ കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അത്ര സെറ്റാവാൻ ചാൻസ് ഇല്ലേ ഇപ്രാവശ്യം, എന്നാലും കഴിച്ച് നോക്കട്ടെ. അങ്ങനെ അപ്പുചേട്ടായുടെ ഇന്നത്തെ ടാസ്ക് തീർന്നിരിക്കുകയാണ് അല്ലേ അപ്പുചേട്ടായി? ഇന്നത്തെ കുക്കിങ് കഴിഞ്ഞു. രാവിലെ നല്ല ഉപ്മാവ് ഉണ്ടായിരുന്നു, ചായ ഉണ്ടാക്കി തന്നു. പിന്നെ അത് കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾ 12 മണിയായി. പിന്നെ ഉച്ചക്കത്തെ ചോറ്, മോരുകറി, നല്ല ബീഫ് ഉണക്കറച്ചി ബീഫില്ലേ അത്, പിന്നെ ബീട്രൂട്ട് തോരൻ, പിന്നെ ഞാൻ ഉണ്ടാക്കിയ പായസം, അത് വേറെ ലെവൽ. അതെല്ലാം ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ സമയം 6 മണിയായി. പിന്നെ രാത്രിയിലത്തേക്ക് വേറെ ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. 4 മണി ചായയൊക്കെ കൊണ്ട് അതിലേക്ക് തീർന്നു അല്ലേ? അപ്പം ഇനി അടുത്ത ഒരു കുക്കിംഗ് എന്നത്തേക്കായിരിക്കും? അടുത്ത സൺഡേ ഞാനിവിടെ ഇല്ല, ഞാൻ പോകും. അപ്പം ഇനി ബാച്ചിലർ റൂമിൽ പോയിട്ട് ആയിരിക്കുമല്ലേ കുക്കിംഗ് ഒക്കെ? അപ്പം നാട്ടിലേക്ക് ചേട്ടാ വേഗം വരിക. വേഗം വന്നിട്ട് നല്ല നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിക്കാൻ റെഡിയാണ്. ഓക്കെ, ബൈ.